നമസ്കാരം. ഇന്നത്തെ മാതൃഭൂമിയുടെ ഒരു ഒന്നാം പേജ് വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ വീഡിയോ. സർക്കാരിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെട്ട് ഗവർണറുടെ അസാധാരണ നടപടി. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിൻ്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചൊവ്വാഴ്ച വിവിധ വകുപ്പുകളുടെ യോഗം നേരിട്ട് വിളിച്ചു ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ദേശീയ ആരോഗ്യ മിഷൻ സംസ്ഥാന മേധാവിയും സർവകലാശാല വൈസ് ചാൻസലറും ഒക്കെ യോഗത്തിന് എത്തി. സാധാരണ VC-മാരുടെയൊക്കെ യോഗം ഗവർണർ വിളിക്കാറുണ്ട്. കാരണം ഗവർണർ ചാൻസലർ കൂടിയാണല്ലോ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളുടെ ഇപ്പം BJPയുടെ നേരിട്ടുള്ള നിയമനങ്ങളും ഒക്കെ നടക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം വരുന്നുണ്ട്. പുതിയ സർക്കാർ അതിനോട് പ്രതിരോധിച്ച് നിൽക്കാതെ കേവലം ഫേസ്ബുക്ക് പ്രതിഷേധത്തിൽ ഒതുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഗവർണർ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നടപടികളിലേക്ക് നേരിട്ടിടപെട്ട്, മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യം നേരിട്ടിടപെട്ട് ഗവർണർ തന്നെ ചെയ്യുന്ന അസാധാരണ സാഹചര്യം ഉണ്ടായത്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോക് വഴി മറ്റ് യൂണിവേഴ്സിറ്റികളിലും സർവകലാശാലകളിലെ മറ്റ് ഘടകങ്ങളിലും എടുക്കേണ്ട നടപടികളെക്കുറിച്ച് വിവരങ്ങൾ തേടിയതായി യോഗാ ദിനാചരണത്തെ സംബന്ധിച്ച കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് അതുവഴി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് ഒരു അസാധാരണ ദിവസം കൂടിയാണ്. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു മാസം തികയുന്ന ഈ നാളുകളിൽ തന്നെ ഇത്തരമൊരു വാർത്ത കൂടി വന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി മുതൽ അങ്ങോട്ടുള്ള മന്ത്രിമാരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സാധാരണ പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷക്കാലം ഒന്നും രണ്ടും നേരം മാധ്യമങ്ങളോട് ജനങ്ങളോട് സംബന്ധിച്ച VD സതീശനാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിരന്തരമായി അറ്റാക്കിംഗ് മോഡിൽ മുന്നോട്ട് പോയ സതീശൻ, അത് ജനങ്ങളിലേക്ക് എല്ലാ തരത്തിലുമുള്ള എതിർവികാരം, ആദ്യത്തെ അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചതു മുതൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ആ നിമിഷം മുതൽ വിയോജിപ്പ് ആരംഭിച്ചതാണ്. അത്ര എക്സ്ട്രീം ലെവലിലുള്ള ഒരു അറ്റാക്കിംഗ് മൂഡിലാണ് അവർ പോയത്. VD സതീശൻ മുഖ്യമന്ത്രിയായി പലവിധ വിവാദങ്ങൾക്ക് ശേഷം, എന്നാൽ അധികാരത്തിലേറ്റ സർക്കാരിൽ നേതൃത്വത്തിലിരുന്നു കൊണ്ട് വിവാദങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഇതിനെയൊക്കെ മറികടന്ന് അസാധാരണമായി മറ്റൊരാൾ അവിടെ ഷൈൻ ചെയ്യുന്ന കാഴ്ചയുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വരാം. ആദ്യം മുഖ്യമന്ത്രി മുതലുള്ള മന്ത്രിമാരുടെ കാര്യം നോക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലേറ്റ സാഹചര്യത്തിൽ ഒരു മാസം പൂർത്തിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളായി നമ്മുടെ മുമ്പിലേക്കുള്ളത് മുൻ സർക്കാരിനെതിരായ പ്രധാനപ്പെട്ട പ്രതികാര നടപടികളാണ്. അത് ഭരണ നടപടിയുടെ പേരിലും മറ്റ് കേസുകളുടെ പേരിലും മറ്റ് അന്നന്ന് വന്ന സംഭവങ്ങളോടുള്ള പ്രതികരണം എന്ന പേരിലുമുള്ള നടപടികളാണ്. അതിൽ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ നവകേരള യാത്ര, മുൻ സർക്കാരിൻ്റെ നവകേരള യാത്രയിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധ, മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ അടക്കം പ്രതിഷേധ മാർച്ച് നടന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നേരെ എടുത്ത നടപടികളിലുള്ള പ്രതികാര നടപടിയാണ് ഒന്നാമത്തേത്. അതിന് ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത ഒരു തിരിച്ചടി നേരിടേണ്ട സാഹചര്യം കൂടി ഉണ്ടായി. അത് രാഷ്ട്രീയ നടപടിയാണോ ഈ കേസ് എന്നുള്ള സംശയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഉണ്ടായ ആവശ്യങ്ങൾ, ആശാവർക്കർമാർ അന്നത്തെ പ്രധാനപ്പെട്ട സമരായുധങ്ങളായിരുന്നു. ആശാവർക്കർമാർ മുതലുള്ള ആളുകളുടെ മേഖലകളിൽ ഉണ്ടായ നടപടികൾ, അത് പാലിക്കും എന്ന് പറഞ്ഞ വാഗ്ദാനം പൂർണ്ണമായി ആദ്യം തന്നെ പാലിച്ചില്ല എങ്കിൽ പോലും അതിൽ ഇടപെട്ടുകൊണ്ട് 3000 രൂപ എന്ന വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയടക്കമുള്ള ഒരു നടപടി ഉണ്ടായി. ഇതെല്ലാം മുൻ സർക്കാരിനെതിരായ വൈകാരികാവസ്ഥയെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രതികരണ നടപടി എന്നുള്ള നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഒപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പുനരന്വേഷണങ്ങളുടെ പ്രതികാര നടപടികളും നമ്മുടെ മുമ്പിലേക്ക് വന്നു. അതിനപ്പുറത്ത് മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് പ്രധാനം. അത് PM ശ്രീയാണ്. അതിൻ്റെ തുടർച്ചയായി യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന കാവ്യവൽക്കരണം എന്ന LDFൻ്റെ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ എക്കാലത്തെയും ആരോപണം ശരിവെക്കും വിധത്തിൽ കേരളത്തിൽ ഗവർണർ അർലേക്കറുടെ ഇടപെടൽ ഉണ്ടാവുന്നു. അതിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെറുവിരൽ അരക്കുന്നില്ല, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഒടുവിൽ PM ശ്രീയിലേക്ക് വരെ നീളുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾട്ടയടിക്കൽ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ മുഖ്യപ്രതിയായി കരുതുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ കോടതിയിലെ പ്രധാനപ്പെട്ട വക്കീലായിരുന്ന ആളെ സർക്കാർ ദേവസ്വം ബോർഡിൽ പ്ലീഡറായി നിയമിച്ചു. അത് ഒടുവിൽ പിൻവലിക്കേണ്ടി വന്നു. എല്ലാം നിയമവകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈവശം വെച്ചിരിക്കുന്നത്, ധനവകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് തന്നെ എല്ലാം എത്തുന്ന സാഹചര്യം, മുഖ്യമന്ത്രി നേരിട്ട് എല്ലാറ്റിലും ഇടപെടുന്നു. ഈ അസാധാരണ സാഹചര്യം, ഇങ്ങനെ സംഘപരിവാർ അനുയായ ആളുകളെ ഇത്തരത്തിലുള്ള നിയമനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഒക്കെ വരുന്നു. അതിനിടയിലാണ് പര്യത്തുകാവിലെ പ്രശ്നം പരിഹരിച്ചതും ഒപ്പം KSRTC
ബസ്സിലെ സൗജന്യ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റിലേക്ക് വരുന്നത്. അവിടെയും നല്ല സാധ്യത, ചരിത്രപരമായ തീരുമാനങ്ങളായി ആഖ്യാനം ചെയ്യപ്പെടാൻ ഇടയുണ്ടായിരുന്ന സാധ്യതകളെ മുഴുവൻ അതിൻ്റെ പ്രഭ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും സൗജന്യ ബസ് യാത്രയിൽ കുറേ ഗിമ്മിക്കുകൾ കാണിക്കാൻ ഇറങ്ങി തിരിച്ചതിൻ്റെ പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ മട്ടിൽ ഒരു പല രീതിയിലുള്ള വിവാദങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന മുഖ്യമന്ത്രിയാണ്. ചുമതലയേൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇമേജുകളെ മുഴുവൻ പൊളിക്കുന്ന വിധത്തിലുള്ള വിവാദങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ കെ മുരളീധരൻ്റെ അവസ്ഥയാണ്. അദ്ദേഹം ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ പെർഫോമൻസിൽ തുടക്കം മുതൽ പാളിപ്പോയ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ നമുക്കറിയാം, നിപ്പയൊക്കെ ഉണ്ടായ കാലത്ത് അദ്ദേഹം എടുത്ത നടപടികൾ, പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. പക്ഷേ മന്ത്രിയായപ്പോൾ അതിലും ഗുരുതരമായ പ്രതിസന്ധികളെ അദ്ദേഹം നേരിട്ടു. ആരോഗ്യവകുപ്പിൽ കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ വെളിപ്പെട്ടു. അദ്ദേഹം ഒന്ന് പറയുന്നു, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വേറെ പറയുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തിരിക്കുന്നു, കോഴിക്കോട് നിപ്പ പ്രതിസന്ധിയിൽ കടക്കുന്നു, ഷിഗല്ല പടരുമ്പോൾ പാലക്കാട് നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്ന് പറയുന്നു, മന്ത്രി വേറെന്ന് പറയുന്നു. ആകെ പ്രതിസന്ധിയാവുന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ദേവസ്വം ബോർഡിൽ അദ്ദേഹം അറിയാതെ നിയമിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ വരെ പ്ലീഡർ നിയമനത്തിലുണ്ടായി. അങ്ങനെ ആരോഗ്യവകുപ്പിൽ എൻ്റെ നേതൃത്വത്തിലിരുന്ന് മുരളീധരൻ ചോദിച്ചു വാങ്ങിയെന്നാണ് നമ്മൾ അന്നേരം വാർത്തകൾ കണ്ടത്. വേറെ വകുപ്പ് KSEB കൊടുത്ത സമയത്ത്, വൈദ്യുതി കൊടുത്ത സമയത്ത് എനിക്ക് വേണ്ട ഇതന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ച വകുപ്പാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വലിയ തിരിച്ചടി തുടക്കത്തിൽ തന്നെ നേരിട്ട കാഴ്ചയാണ്. മൂന്നാമൻ സണ്ണി ജോസഫിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധേയമായി പറയേണ്ടതുണ്ട്. സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പിൽ ചുമതലയേറ്റെടുത്ത് ഈ ഒരു മാസം തികയുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ രാത്രിയാണ് കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടക്കുന്ന, ഔദ്യോഗികമായി തന്നെ കടക്കുന്ന കാഴ്ച, അത് ഈ മഴക്കാലത്ത് കടക്കുന്ന കാഴ്ച, കഴിഞ്ഞ 10 വർഷം നമ്മൾ കാണാത്ത കാഴ്ച കാണുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അളിയനെ നിയമിച്ചതിൻ്റെ പ്രതിസന്ധി മറ്റൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ റോജി എം ജോൺ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ റോജി എം ജോണും നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധികളിലാണ്. ഒരു ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഗവർണറുടെ ഇടപെടൽ, വൈസ് ചാൻസലർമാർക്ക് മേൽ ചാൻസലറുടെ ഇടപെടലുകളെ നിയന്ത്രിക്കാൻ പറ്റാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തിനാണ് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന വിധത്തിലേക്ക് ഈ സാഹചര്യം മാറ്റി അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ കെൽപ്പില്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് എന്ന് വേണം കരുതാൻ. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ അവസ്ഥയിലേക്ക് വന്നാൽ ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും N ഷംസുദ്ദീനും അകപ്പെട്ട വലിയ കുരുക്ക്. ലീഗാണ് PM ശ്രീയെ മുൻനിർത്തിക്കൊണ്ട് CPM-നും അന്നത്തെ ഭരണ കക്ഷിക്കുമെതിരെ, സർക്കാരിനുമെതിരെ അവർ സംഘികളാണ് എന്ന നരേറ്റീവിന്, മുസ്ലിം വിരുദ്ധരാണെന്ന നരേറ്റീവിന് നേതൃത്വം കൊടുത്ത ആളുകൾ. എന്നാൽ ഇപ്പോൾ എന്താ പറയുന്നത്? അറബിക്കടലിലേക്ക് ഞങ്ങൾ PM ശ്രീ എടുത്ത് ചാടുന്നതിന് പകരം അതിൻ്റെ കൂടെ ഞങ്ങളിതാ നിങ്ങളെ മണ്ടയിലേക്ക്, ജനങ്ങളുടെ മണ്ടയിലേക്ക് PM ശ്രീ ചാടുന്നു എന്നാണ് പറയുന്നത്. പിണറായി വിജയൻ സർക്കാരിനെ ജനം തിരസ്കരിച്ചത് ഇത്തരം നടപടികൾ കൊണ്ടാണ്. നിങ്ങൾ അത് പറയുന്നു, അതിനെതിരെ നിലപാടെടുക്കുന്ന പ്രതീക്ഷ കൊണ്ടായിരിക്കുമല്ലോ ഇവരെ തിരഞ്ഞെടുത്തും. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് തിരിച്ചാണ്. അതേ മട്ടിലോ ഇവർ ആരോപിച്ചത് എന്താണോ അത് നടപ്പാക്കുന്നതിനുമാണ് മുന്നോട്ട് വരുന്നത്. ഷാജിയുടെ ബഡായികളെല്ലാം അറബിക്കടലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മന്ത്രിമാർ പോവുകയാണ്. ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ കുരുക്കിൽപ്പെട്ടത് ഷിബു ബേബി ജോണാണ്. വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പം വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ റോഡിൽ വെച്ച് പ്രതിഷേധിച്ചതടക്കമുള്ള എത്രയോ അധികം സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ വന്യമൃഗശല്യത്തിൻ്റെ ആക്രമണത്തിൽ ഇരട്ടിയോളം വർധനവും, ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ പരിക്കേൽക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലുമാണ്. അപ്പോഴും മന്ത്രി ഇത് സർക്കാർ മാറിയത് മൃഗം അറിഞ്ഞില്ല എന്ന മറ്റുള്ള വിചിത്രമായ പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോയി വിവാദത്തിലാകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പ്രധാനപ്പെട്ട ഒരാളെ ബാക്കി വെച്ചത് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരുമ്പോൾ വലിയ വിവാദങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാളെ തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരാൾ മുഖ്യമന്ത്രിയാവുന്നു. പിന്നെ KC-യുടെ കാര്യമൊക്കെ വേറെ തരത്തിലേക്ക് വരുന്ന വിവാദങ്ങളായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയെ ഒടുവിൽ ആഭ്യന്തരമന്ത്രി ആക്കാൻ വേണ്ടി ഉള്ള വിവാദങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. എന്നാൽ രമേശ് ചെന്നിത്തല ഈ നിഷ്പ്രഭമായ സാഹചര്യങ്ങൾ മുഴുവൻ മറികടക്കും വിധത്തിൽ ഷൈൻ ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് നമുക്ക് ഒരേ ഒരു മന്ത്രിയെ എടുത്ത് കാട്ടാൻ കഴിയുന്ന ആൾ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിൻ്റെ നടപടികൾ, മുൻ അനുഭവങ്ങളുടെ തുടർച്ചയായി, ഒരുപക്ഷെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തുള്ള അനുഭവങ്ങളുടെ തുടർച്ചയായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം
എടുക്കുന്ന സമീപനങ്ങൾ, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ അദ്ദേഹം ഒരു നടപടി എടുക്കുന്നു. ചിലപ്പോൾ പഴയ രീതിയിൽ ആണെങ്കിൽ പോലീസ് പിടിക്കുന്ന കേസുകളൊക്കെ തൂഫാൻ്റെ ക്രെഡിറ്റിലേക്ക് വരുന്നു എന്നൊക്കെ നമുക്ക് അതിന് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഒരു ആശങ്ക ഉള്ളൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇടയിലേക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കഴിഞ്ഞു. സാധാരണ ആഭ്യന്തര വകുപ്പാണ് എപ്പോഴും കുഴപ്പത്തിലാവുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി രമേശ് ചെന്നിത്തല ഈസ് ഷൈനിങ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം അതിൻ്റെ പ്രചരണ പ്രവർത്തനം, ഇപ്പോൾ മോഹൻലാൽ ഏറ്റവും ഒടുവിൽ അതിൻ്റെ വാരിയേഴ്സിൻ്റെ മുൻനിരയിലേക്ക് സ്വയം വരുന്ന കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ജനങ്ങൾക്കിടയിലേക്ക് ആ പബ്ലിക് റിലേഷൻസ് ഗംഭീരമായി എത്തിക്കുക എന്നുള്ളൊരു നടപടി കൂടി കൈക്കൊള്ളുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിലുള്ള എതിരാളികൾ ചാർത്തിക്കൊടുത്തൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ എതിരാളികളും ഒക്കെ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംഖ്യത്തല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സംഖ്യയാക്കി ചിത്രീകരിക്കാനുള്ളൊരു അപവാദ പ്രചരണങ്ങൾ പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ തുടർച്ച ഈ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പല രീതിയിലുള്ള അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, ഇപ്പോൾ മീഡിയ വൺ പോലെയുള്ള വി ഡി സതീശൻ പക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുന്നു എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ ഇത് മുഴുവൻ സംഘികൾ കൊണ്ടുപോയി പോലീസിന് സംഘികളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആഖ്യാനം ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടക്കുന്ന വിധത്തിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം നടപടികൾക്ക് സ്വാതന്ത്ര്യം നൽകി പോലീസിന് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് BJPയുടെ നേതാവ്, കോർപ്പറേഷൻ കൗൺസിലർ സുഗതൻ എന്ന് പറയുന്ന നേതാവിനെ കാപ്പ ചുമത്തി ഒളിവിൽ പോയ ഒരു നേതാവിനെ പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൽ തന്നെ കെ മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഈ സുഗതനും അദ്ദേഹത്തിൻ്റെ വാർഡും ഒക്കെ ഉള്ളത്. കെ മുരളീധരൻ അതിനെ എതിർത്തതാണ് പോലീസിൻ്റെ നടപടി. പോലീസ് അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്ത് വെടിവെച്ചിട്ടൊന്നും അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എതിർത്താണ്. കോൺഗ്രസിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ രമേശ് ചെന്നിത്തല അക്കാര്യത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് BJP അവരുടെ എന്താണ് യഥാർത്ഥ മുഖം എന്ന് വെളിപ്പെടുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി നാടുനീള പ്രകടനങ്ങൾ നടത്തി, അക്രമാസക്തമായ പ്രകടനങ്ങൾ അവരുടെ എല്ലാ ഘടകങ്ങളും എല്ലാ പോഷക സംഘടനകളും നടത്തിയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പുറത്ത് മറ്റ് കേസുകൾ, രാഷ്ട്രീയ കേസുകൾ പോലും ക്രിമിനലിസമായി ചിത്രീകരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ സംഘവും ഇവിടെ കാപ്പ കേസിൽ, കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കേസായിരിക്കില്ല എന്നറിയില്ല, 10ലധികം കേസുകളിൽ പെട്ട്, അതും ഗുരുതരമായ കുറ്റകൃത്യം, രാഷ്ട്രീയ കുറ്റകൃത്യമൊന്നുമല്ല, വീട് കയറി അതിക്രമിക്കുക, സ്ത്രീകളെ അതിക്രമിക്കുക, ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിക്കുക, ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇങ്ങനെ പലവിധ കേസുകളുടെ തുടർച്ചയായിട്ട് ഒരു കാപ്പ പട്ടികയിൽപ്പെടുത്തിയ ഒരാൾ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി BJP. അത് നാട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ മുഖ്യധാര ചാനലുകളും അതൊന്നും ചർച്ച ചെയ്യുന്ന പോലുമില്ല. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിനെതിരെ പോലീസ് സ്വതന്ത്രമായി നടപടി സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. പോലീസിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. CPMൻ്റെ പോലും പിന്തുണ നേടും വിധത്തിലേക്ക്, പ്രതിപക്ഷത്തിൻ്റെ കൂടി പിന്തുണ നേടും വിധത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് അക്കാര്യത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. പിന്നീട് തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനമൊക്കെ സംബന്ധിച്ച് പല രീതിയിലുള്ള ആക്ഷേപം രാഷ്ട്രീയമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്കുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് VD സതീശൻ മുതൽ പേരുടെ ഒക്കെ ഈ വിവാദങ്ങൾ നട്ടം തിരിയുന്ന സാഹചര്യങ്ങളെ മറികടക്കും വിധത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അസാധാരണമായി ഷൈൻ ചെയ്യുന്നൊരു കാഴ്ച ഈ 1-ാം മാസത്തിൽ നമ്മൾ കാണുകയാണ്. ഭാവിയിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപക്ഷെ കോടിയേരിക്ക് ശേഷം ആഭ്യന്തര വകുപ്പ് ഈ സമീപ കേരള രാഷ്ട്രീയത്തിൽ കോടിയേരിക്ക് ശേഷം ആഭ്യന്തര വകുപ്പിനെ മനോഹരമായി കൊണ്ടുപോകുന്നൊരു കാഴ്ച ഇനി പോലീസിൻ്റെ ആഭ്യന്തര ജോലികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ജീവനക്കാർ എന്നുള്ള നിലയിൽ പോലീസിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്ന് നമുക്കിനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് ഒരു മാസത്തെ മറ്റ് നിയമ നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മികവ് പുലർത്തുന്ന തരത്തിലേക്ക്, പ്രശംസ നേടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു. സർക്കാർ ഒന്നാകെ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ വകുപ്പും ഷൈൻ ചെയ്ത് അതിൻ്റെ ആ ഒരു മികവിനെ, ആ തിരിച്ചടിയെ മറികടക്കാവുന്ന ഒരു മികവ് അദ്ദേഹം നിലനിർത്തുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും നേട്ടമാണ്. എന്തായാലും ഈ ഒരു മാസം വരുമ്പോൾ ആകെ മൊത്തത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ വലിയ വിവാദങ്ങൾ നട്ടം തിരിയുന്ന കാഴ്ചയാണ്. അവിടെ രമേശ് ചെന്നിത്തല ഷൈൻ ചെയ്യുന്ന കാഴ്ചയുമാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇനി ആ മട്ടിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ വലിയ ഡ്യൂട്ടിയൊന്നും ഇക്കാലത്ത് റോളൊന്നും നിർവഹിക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ വിവാദങ്ങളും അവർ തന്നെ ഉണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ 5 വർഷം അവർ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അവർ പ്രവർത്തിക്കുന്നു. ജനങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അവർക്ക് കൊടുത്ത വാക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സാഹചര്യമാണ്. അതിനെ മറികടക്കുന്ന വരും നാളുകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.